ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എൻ്റെ പേര് ഗീതു. ഞാൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബ് ചാനലിൽ കൾച്ചർ കഫേ സ്റ്റുഡിയോയിലൊക്കെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് അബൌട്ട് നമ്മുടെ ചെന്നൈയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. കാരണം ഞാൻ സാധാരണ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ കണ്ടുവരുന്നൊരു കാര്യമാണ്, നമ്മൾ സാധാരണ പണ്ടൊക്കെ എങ്ങനെയായിരിക്കും, ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നിശ്ചിത സമയക്രമത്തിലായിരിക്കും ബസ്സുകൾ പോകുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ബൾക്കായിട്ട് കുറേ ബസ്സുകൾ വരിക, അതെല്ലാം ഒരേ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം. നമ്മൾ ഈ ഉറുമ്പുകൾ പോകുന്നതിൻ്റെ പോലെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഒറ്റ സമയത്തിന്, ഇപ്പോൾ 9:30ക്കും 9:35നും ഇടയ്ക്കായിട്ട് ഇപ്പം ആവടി ടു കോയമ്പേട് പോകുന്ന ഒരു 5 ബസ് ഒരുമിച്ച് പോകും. എന്നിട്ട് ഇത് പല സ്ഥലങ്ങളിൽ, ഇപ്പം ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഒരു 2 സ്റ്റോപ്പ് കഴിയുമ്പോൾ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ടേക്കും. എന്നിട്ട് വീണ്ടും ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പതിയെ ഇപ്പോൾ 9 മണിക്ക് പോകുന്ന ബസ്സാണെങ്കിലും 9:30ക്ക് പോകുന്ന ബസ്സാണെങ്കിലും അവർ വിചാരിച്ച സമയത്താണ് അവർ കോയമ്പേട് എത്തുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 9 മണിക്ക് പോകുന്ന ബസ് മാക്സിമം അത്രയും സ്ലോ ആയിട്ട് പോകും. 9:30ക്ക് പോകുന്ന ബസ് എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഷായിട്ടായിരിക്കും പോകുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ട് ഇടയിൽ കൂടെ കയറി നമുക്ക് പേടിയാവുന്ന രീതിയിലായിരിക്കും ആ വണ്ടി കോയമ്പേട് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 9:30, ഇപ്പോൾ എനിക്ക് വന്നിട്ട് 11 o'clock ഓഫീസിൽ കയറണം. എനിക്ക് കോയമ്പേട് ചെന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നോർമലി സംഭവിക്കുന്നത്, നമ്മൾ ഈ മ്യൂസിക്കൽ ചെയർ കളിക്കില്ലേ, കസേര കളി, അതാണ് അവസ്ഥ. ആവടിയിൽ ഇപ്പം നമ്മൾ രാവിലെ ഒരു 9 മണിക്ക് 8:45 നമ്മൾ വണ്ടി കാത്ത് നിൽക്കുകയാണെങ്കിൽ, മെയിനായിട്ടും കോയമ്പേടേക്ക് പോകാനുള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ബസ്സിൽ ഇപ്പോൾ ഒരു 6 ബസ്, ഞാൻ പറയാം 6 ബസ് അവിടെ നിർത്തിയിട്ടേക്കുന്നു. 6 ബസ്സിലും സ്കാറ്റേർഡ് ആയിട്ട് ആൾക്കാർ കയറിയിരിക്കും. ഏത് ബസ് ആദ്യം പോകുന്നതെന്ന് ഒരു ഐഡിയയും കാണത്തില്ല. മുമ്പിൽ കിടക്കുന്ന ബസ് മിക്കവാറും അവസാനമായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അവസാനം കൊണ്ടിട്ട ബസ്സായിരിക്കും ആദ്യം പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? എല്ലാവരും പല സ്ഥലത്തായിട്ട് പല ബസ്സുകളിലായിട്ട് കയറിയിരിക്കുന്നു. കുറച്ച് പേര് റോഡിൽ ഒരു സൈഡിലായിട്ട് നിൽക്കും. കാരണം ഏത് ബസ്സാണ് ആദ്യം വരുന്നത് അതിൽ കയറി പോകാമെന്ന് പറഞ്ഞിട്ട്. അതും ഈ ബസ്സുകൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നിർത്തിയിട്ടേക്കുന്ന ബസ്സിലേക്ക് ഒരു ഡ്രൈവർ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഈ ബാക്കിയിരിക്കുന്ന ബസ്സിലിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇറങ്ങി ആ ബസ്സിലേക്ക് പോയി കയറും. ആ ബസ്സിലേക്ക് പോയി കയറുമ്പോഴത്തേക്കും ബസ് നിർത്തുന്നത് വളരെ കുറച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവരിങ്ങനെ മൂവിങ് തന്നെയായിരിക്കും. ഇങ്ങനെ പതിയെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ വണ്ടിയിലേക്ക് വലിഞ്ഞു കയറും. ഞാനൊരിക്കൽ അതുപോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ കൈയുടെ ഭാഗം കൊണ്ടിട്ട് കുറച്ച് പ്രോബ്ലം വന്നിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല, പക്ഷെ അന്ന് അത്യാവശ്യമായിട്ട് എനിക്ക് ആ ബസ് അവസാനത്തെ ബസ്സാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബസ് ചെറിയ രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അത് സ്റ്റെപ്പിൻ്റെ സൈഡിലുള്ള കമ്പിയിൽ ഇങ്ങനെ പിടിച്ചതാണ്. സോ വണ്ടി പോയപ്പോഴത്തേക്കും എനിക്ക് അത്രത്തോളം ഗ്രിപ്പ് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഓരോ യാത്രക്കാരും ഇവിടെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ മാത്രം കഥയല്ല, അല്ലെങ്കിൽ ചെന്നൈയിലെ മാത്രം കഥയല്ല. സെയിം തിങ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വന്നുള്ള വ്യക്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ കേരളത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കേരളത്തിലും ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ സമയക്രമങ്ങൾ കാരണം ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിൽ വരുന്ന നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ മെയിനായിട്ടും നോക്കുന്നത് അവർക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് എത്തണം എന്ന ഒരു കാര്യം മാത്രമായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ വന്നിട്ട് ലേഡീസിന് ഫ്രീയുമാണ് കേട്ടോ, ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. നമുക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. റെഡ് ബസ്സിലും സ്മോൾ ബസ്സിലും മാത്രം നമ്മൾ കാശ് കൊടുത്താൽ മതി. ബാക്കി ഉള്ള നോർമൽ റെഗുലർ ബസ്സിലൊന്നും നമ്മൾ കാശ് കൊടുക്കണ്ട. ഗവൺമെൻറ് ബസ്സുകളിൽ അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഒരുപാട് പേർക്ക് നല്ലൊരു സൗകര്യമാണ്. സ്ത്രീകൾക്ക് ജോലിക്ക് പോകാനായിട്ട് വളരെ സൗകര്യമുള്ള കാര്യമാണ്. പക്ഷേ അതിനു വേണ്ടി അവർ ചെയ്യുമ്പോഴത്തേക്കും ഈ സമയക്രമവും കൂടെ ഒന്ന് നന്നായിട്ട് ചെയ്ത്, പിന്നെ ബസ്സുകളിലെ ചില സീറ്റൊക്കെ ഇപ്പം ഇളകി വീഴുമെന്ന് തോന്നും. ചിലത് കുഷൻ വന്നിട്ട് വീണ് കിടക്കും. നമ്മൾ ചെന്ന് ഇരിക്കാൻ പോകുമ്പോഴത്തേക്കും കാണാം അതിങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നത്. അത്തരം അവസ്ഥയിലാണ് ഇവിടുത്തെ ചില ബസ്സുകളുടെ അവസ്ഥ. ചിലത് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിനകത്ത് ചിലപ്പോൾ കുട പിടിക്കേണ്ടി വരും. ആ രീതിക്ക് ചോർച്ച ഉണ്ടാവാറുണ്ട്. മേളിൽ നിന്ന് ചോരും വെള്ളം വീണുകൊണ്ടേയിരിക്കും. മഴ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെയിലായി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഈ മഴവെള്ളം വീണിട്ട് അവിടെ കുറച്ച് നമ്മൾ പറയില്ലേ, പായൽ പോലെ വരും. എന്നിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് മഴയ്ക്ക് ശേഷമുള്ള കുറച്ച് നാൾ നമ്മൾ ബസ്സിലിരുന്ന് കഴിഞ്ഞാൽ ഈ പായൽ വീഴും. പായൽ നല്ല കട്ടിയായിട്ട് അതിങ്ങനെ പൊടിയായിട്ട് താഴോട്ട് വീഴും. അപ്പോൾ ഇത്തരം അവസ്ഥയിലാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്, അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ
ബസ്സുകളുടെ അവസ്ഥ. ഇത് പലപ്പോഴും ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ കസേര കളി പോലെ ഓരോ ബസ് ഇങ്ങനെ നീങ്ങുമ്പോൾ ആൾക്കാർ ഇറങ്ങി ഓടുന്നു. അതിനകത്ത് കൂടുതലും ആൾക്കാർ പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അവർ ജോലി സ്ഥലത്തേക്ക് പോകണം, അവർക്കൊരു ടൈമിംഗ് ഉണ്ട്. നമ്മൾ ഒരു 5 മിനിറ്റ് വൈകി പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഡേ കട്ട് ചെയ്യുന്ന ഓഫീസുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ ഏത് വിധേനയും അവർക്ക് ഓഫീസിൽ എത്തണം എന്ന ഒറ്റ ഒരു ചിന്തയിലായിരിക്കും പോകുന്നത്. അതുമാത്രമല്ല, സ്കൂൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ബോയ്സ് ഒരു രീതിക്ക് വണ്ടിക്കകത്തേക്ക് കയറില്ലേ, ഒരു 25 പിള്ളേരെങ്കിലും കാണും ആ സൈഡിൽ തൂങ്ങിക്കിടക്കുന്നത്. പിന്നെ ബസ്സിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറുന്ന കുറേ വീരന്മാരുണ്ട്. അങ്ങനെ കുറേ കാഴ്ചകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആരും നോക്കാനില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ ഇത് എങ്ങും നടക്കില്ല. നമ്മൾ ഇതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്താൽ ഇതൊരിക്കലും നടക്കില്ല. അതും ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ വണ്ടി അവരെങ്ങനെ ഓടിക്കുന്നു എന്നത് നമുക്ക് ആലോചിച്ചാൽ ഒട്ടും മനസ്സിലാവില്ല. കാരണം അതിൻ്റെ സ്റ്റിയറിങ് ആവട്ടെ, ഗിയറും ലിവറും ഒക്കെ ഒരുമാതിരി ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. എപ്പോൾ വേണമെങ്കിലും അതൊക്കെ ഊരിപ്പറഞ്ഞ് കയ്യിൽ വരാം. സോ അതാണ് ഇന്നലെ അത് കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഇവിടുത്തെ വെയിലിൽ നമ്മൾ അവിടെ പോയി കാത്തു നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കും. ആ ഒരു അവസ്ഥ കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അല്ലാണ്ട് ഇങ്ങനെ ഒരു റിയാക്ഷനോ അങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ പൊതുവേ ഇടുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്കെന്താ, നമ്മളിങ്ങനെ ഷൗട്ട് ഔട്ട് ചെയ്യുക, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നെങ്കിൽ നമ്മളത് വിളിച്ച് പറയാണ്ട് ആരും അത് കണ്ടറിഞ്ഞ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴത്തെ ഒരു ജനങ്ങൾക്കും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് പറയുക. പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അത് എത്തിക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഒരു പേജാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിർദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ബൈ.